പുതിയ ഫാമിലി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഇന്നിപ്പോൾ വീട്ടിലുള്ളൂ. ബാക്കി എല്ലാവരും ഇവിടെ പോയി. എല്ലാവരും ടൂർ പോയി. എല്ലാവരും ലഡാക്കിൽ പോയി. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇന്ന് ചെറിയൊരു പരിപാടിക്ക് ഇറങ്ങിയേക്കുന്നതാണ്. കുറച്ച് മീനൊക്കെ മേടിക്കാമെന്ന് പറഞ്ഞിട്ട് തണ്ണീർമുക്കം പോകുന്നത് വെച്ചല്ലേ. വൈകുന്നേരം ആയിട്ട് ചായയൊക്കെ കുടിക്കാം, ചുമ്മാ അവിടെ പോയി വല്ല മീനൊക്കെ കിട്ടുമോ നോക്കാമെന്നൊക്കെ വെച്ച് ഞങ്ങൾ രണ്ടുപേരുടെ ഇറങ്ങിയതാണ്. നമുക്ക് പോയേക്കാം. പോവാം. പൊന്നുനെ വിളിക്കണം. കറിയോ പോകുന്ന വഴിക്ക് പൊന്നുനെ പിക്ക് ചെയ്യാം. അപ്പം അതേ പൊന്നു വന്നു. അപ്പം ഞങ്ങൾ രണ്ടുപേരും കോളേജ് അവധിയായപ്പോഴത്തേക്ക് വീട്ടിൽ വന്നപ്പം വീട്ടിലുള്ളവരെല്ലാവരും ട്രിപ്പ് പോയി. അതെ, ഇപ്പം ആ പടം ഞങ്ങൾ 3 പേരെ വീട്ടിലുള്ളൂ. അപ്പം നമ്മൾ ഇന്ന് എന്താ പരിപാടി? നമുക്കെന്താ ചുമ്മാ മീൻ മേടിക്കാൻ പോവാം. ചുമ്മാ തണ്ണീർമുക്കത്തൊക്കെ പോയി ചായ കുടിച്ച് മീനൊക്കെ മേടിച്ച്. 3 വീട്ടിലുള്ളൂ, വേറെ ആരും ഇല്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം മീൻ മേടിക്കുക, ഫുഡ് കഴിക്കുക. അതെ, ആ ഒരു പരിപാടിയിലേക്ക് കിടക്കാം. എന്നാ മീനാ മേടിക്കണേ? എന്നെ വേണ്ടേ? എനിക്ക് കരിമീൻ മതി. അച്ഛമ്മയ്ക്ക് എന്താ വേണ്ടേ? അച്ഛമ്മയ്ക്ക് കുറച്ച് അയല മത്തിയൊക്കെ മതി. അതിപ്പോൾ അവിടെ കിട്ടാൻ ചാൻസ് കുറവാ. എനിക്ക് കുറച്ച് ചെമ്മീൻ. ഓഹോ, എന്നാ ചെല്ലുമ്പോ നോക്കാം. മത്തി അയലൊന്നും അവിടെ ഉണ്ടാവില്ല മിക്കവാറും. നല്ല ബ്ലോക്കാ ഇവിടെ. ഇത്രയും ബ്ലോക്ക് ഉള്ളതായിട്ട് നമ്മൾ ഇറങ്ങിയ സമയം വൈകുന്നേരം ആയതുകൊണ്ട് ഇപ്പോൾ ഓഫീസ് ടൈം എല്ലാം കഴിഞ്ഞ. ശകലം കൂടെ നേരത്തെ വന്നാലേ അവിടെ മൊത്തം വെയില. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇപ്പം ആകുമ്പോൾ നല്ല സൺസെറ്റ് കിട്ടുമല്ലോ എന്ന് ഓർത്താ ഈ ടൈമിൽ ഇറങ്ങിയത്. ഇങ്ങനെയാണ് മിക്കവാറും സൺസെറ്റ് കഴിയും ഉറപ്പാ. അച്ഛമ്മ, ഇവിടെ ആണ് പുഞ്ച അയൽക്കാറ്റ്, 4 മണിക്കാറ്റൊക്കെ പോലെ തന്നെ നല്ലൊരു സ്ഥലം. ചുമ്മാ വന്ന് ഇവിടെ വന്നിരിക്കാനൊക്കെ കൊള്ളാം. ചില ദിവസം ഇവിടെ മീനും കൊണ്ട് വരും. മറ്റേ വരാലൊക്കെ ഇല്ലേ, വരാലൊക്കെ പിടിച്ചോണ്ട് ആൾക്കാർ ചില സമയത്ത് ഇവിടെ വഴി സൈഡിൽ കൂടെ കാണാം. അത് പാടവാ. നെല്ലൊക്കെ ഉള്ളപ്പോൾ നല്ല രസമാണ് ഇവിടെ കാണാൻ. നമ്മൾ ഏറ്റുമാനൂരിൽ നിന്ന് നേരെ കല്ലറയിൽ നിന്ന് നേരെ ലെഫ്റ്റ് തിരിഞ്ഞ് നേരെ തണ്ണീർമുക്കം. ഈ കപ്പയും ചക്കയൊക്കെ ഇരിപ്പുണ്ട്. ചക്ക വേണോ അച്ഛമ്മേ? ചക്ക വേണ്ടായിരിക്കും. ചക്ക ഇങ്ങനെ വീട്ടിൽ കുറേ ചക്ക കിടപ്പുണ്ട്. ചക്ക ഇപ്പം കഴിക്കാൻ പ്രത്യേകിച്ച് ആളുന്നില്ല. നമ്മൾ രണ്ടുപേരും കഴിക്കുന്നില്ല. അച്ഛമ്മ മാത്രം കഴിക്കുമോ? പക്ഷെ അച്ഛമ്മ പറയാൻ വന്ന ചക്ക വേണോന്നാ. ചക്ക വേണേ ഒരെണ്ണം മേടിക്കാന്നാണ് അച്ഛമ്മ പറയാൻ വന്നത്. ചെറുത് തിരിച്ചു വരുമ്പോഴത്തേക്ക് ആകാം. തണ്ണീർമുക്കം. അപ്പം നമ്മൾ തണ്ണീർമുക്കം ബ്രിഡ്ജ് ബണ്ടിലോട്ട് കയറി. കുറച്ചുകൂടെ നേരത്തെ വരാറുണ്ട്. നല്ലൊരു സൺസെറ്റ് കിട്ടുന്നത്. എന്തായാലും സൂര്യൻ മൊത്തത്തിൽ പോയിട്ടില്ല, കുറച്ച് സൺസെറ്റ് കിട്ടി. നല്ല രസമാണ് വൈകുന്നേരം ഇവിടെ വന്ന് ചുമ്മാ കാറ്റൊക്കെ കൊണ്ടേ ചായ കുടിച്ചിരിക്കാൻ. ആദ്യമേ ചായക്കട നോക്കാം, ചായയൊക്കെ കുടിച്ചിട്ട് പോകാം. മീൻ കടയിലോട്ട്. ചായക്കട അതെയോ? നമുക്കത് അവിടെ എവിടെയെങ്കിലും ചായക്കട നോക്കി ഒതുക്കാം. നമ്മളിപ്പോൾ ഇതേ ആ പാലത്തേക്കൂടെ വന്നത്. അതാണ് തണ്ണീർമുക്കം ബണ്ട്. ഇവിടെ ഇഷ്ടംപോലെ ഇവിടെ സ്പീഡ് ബോട്ടൊക്കെ ഉണ്ട്. സ്പീഡ് ബോട്ടിന് 600 രൂപയാണ് എല്ലാവർക്കും കൂടെ ചാർജ്. പിന്നെ നമ്മൾ കുറച്ചുകൂടെ നേരത്തെയൊക്കെ വരുവാണെങ്കിൽ ഇഷ്ടംപോലെ ഹൗസ് ബോട്ടുകളൊക്കെ ഇതുവഴി കാണാമായിരുന്നു. സ്പീഡ് ബോട്ടേ എല്ലാവർക്കും കൂടെ നമ്മളിപ്പോൾ 3 പേരുള്ളതുകൊണ്ട് നമുക്ക് 600 അറിഞ്ഞ്. നമ്മളോട് 600 രൂപ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കൂടെ ചിലപ്പോൾ 200 ആയിരിക്കും ഒരാൾക്ക്. അതെ, 200 300 എല്ലാം ആയിരിക്കും ഒരാൾക്ക്. ഇതേ സ്പീഡ് ബോട്ട് വന്നുണ്ടോ? അല്ല അച്ഛമ്മേ, കണ്ടു നമുക്ക് 3 പേർക്ക് 600 പറഞ്ഞേ. 3 പേർക്ക് 600. പോണോ അച്ഛമ്മയ്ക്ക് സ്പീഡ് ബോട്ട്? വേണ്ട, പേടിയാ അച്ഛമ്മക്ക് ഈ പരിപാടിയൊക്കെ പേടിയാ. കരയിൽ നിന്നുള്ള ഗുസ്തിയൊക്കെ ഉള്ളു, വെള്ളത്തിലിറങ്ങിയുള്ള ഗുസ്തിയില്ല. കുഴപ്പമില്ല, വേണേ പോകാം, ഇപ്പൊ പോകണ്ട. അപ്പൊ നമ്മള് 2 പഴംപൊരിയും 3 മുട്ട ബജിയും 1 മുളക് ബജിയും വേണ്ടിട്ടുണ്ട്. കാര്യമായിട്ട് കഴിക്കാം. അതെ, കാര്യമായിട്ട് കുറച്ച് കഴിച്ചു. 1 കാപ്പിയും വേണ്ടിട്ടുണ്ട് അച്ഛമ്മയ്ക്ക്. കഴിച്ചുകൊണ്ട് നമുക്ക് മീൻ മാർക്കറ്റിലോട്ട് പോട്ടോ. വേണമെന്ന് പോകാം, വൈകുന്നേരം അല്ലേ, ചിലപ്പോൾ മീൻ തീരും പറഞ്ഞു. വെള്ളത്തിലോട്ട് ചാടി കുളിക്കാൻ തോന്നുന്നു. ചാടി കുളിച്ച അവിടെ കിടക്കാം. ചാടുന്ന ചേട്ടൻ താന്ന് പോകല്ലേ? അതെ, നീന്തനറിയോ? എവിടെ നീന്താനറിയത്തില്ല, അതല്ലേ ചാടാൻ മതി. ആഗ്രഹം പറഞ്ഞല്ലേ. ഇനിയിപ്പോൾ നമുക്ക് മാർക്കറ്റിലോട്ട് പോവാം, പോയി മീൻ നോക്കാം.
ചാച്ച അതെ വണ്ടി എടുത്തോണ്ട് വരുന്നുണ്ട്. മീനൊക്കെ ഇത് തീരാറായി കാണുമല്ലേ? ആ അതെ, വൈകുന്നേരം ആയില്ലേ, നമ്മൾ താമസിക്കുകയും ചെയ്തല്ലോ. പോയി കറിക്കോ. അവിടെ സൈഡിൽ ഇഷ്ടംപോലെ ആൾക്കാർ ഉമ്മ വന്നിരുന്ന ചൂണ്ടയൊക്കെ ഇടുന്നുണ്ട്. ഞാൻ എപ്പോഴും ഇത് ഒഴിവുമ്പോൾ ആലോചിക്കും ചൂണ്ടിടണം. ഇനിയിപ്പോൾ ഒരു ദിവസം എല്ലാവരും കൂടെ വരുമ്പോൾ തന്നെ വന്ന് ചൂണ്ടയിടാം. ആ അതെ. ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് നേരെ നമുക്ക് മാർക്കറ്റിലോട്ട് പോവാം. മാർക്കറ്റിലേ ആരും ഇല്ല, ചേച്ചിമാര് മാത്രമേ ഉള്ളൂ അടുത്ത്. മീനുണ്ടെന്ന് തോന്നുന്നു, കുറച്ച് മീനൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ ഇന്ന് വർക്കിംഗ് ഡേ അല്ലേ? ആ അതെ, വർക്കിംഗ് ഡേ പൊതുവേ തിരക്ക് കുറവാണ്. നമുക്ക് പോയി നോക്കാം. പിന്നെ ഈ സമയമല്ലേ മീൻ വരുന്നതിൻ്റെ ആ ഒരു മെയിൻ സമയം, നമ്മൾ ഇത്തിരി താമസിച്ചു പോയല്ലോ, അത് കഴിഞ്ഞു. നമ്മൾ ഉദ്ദേശിച്ചു മീനൊന്നും കിട്ടിയില്ല. ചെമ്മീൻ ഇതുള്ളോ? ഇത് വലുതല്ലേ? ഇത് വല്ല ചെമ്മീനല്ല, മറ്റേ കൊഞ്ചും ഇതൊക്കെ ഉള്ളു, വേറെ ഒന്നുമില്ല. നമ്മളിപ്പോൾ കുറച്ച് കരിമീനും കുറച്ച് ചെമ്മീനും കുറച്ച് സിലോപ്പി മേടിച്ചിട്ടുണ്ട്. എല്ലാം ഇത്തിരി അതെല്ലാം ഇത്തിരി മേടിച്ചിട്ടുണ്ട്. നമ്മൾ വേറെ ആരും ഇല്ലല്ലോ അവിടെ ഇപ്പോൾ, അതുകൊണ്ടെല്ലാം ഇത്തിരി വെച്ച് മേടിച്ചു. മേടിക്കാൻ പ്ലാൻ ഇല്ലായിരുന്നു, എന്നാലും കുഴപ്പമില്ല. നമുക്ക് ഇന്ന് വല്ല മീൻകറി വെച്ചിട്ട് നാളെ കഴിക്കാം, നല്ല ടേസ്റ്റ് ആയിരിക്കും. അതെ, വീട്ടിൽ പോയി ഇതൊക്കെ എന്ത് ചെയ്യണമെന്നുള്ളത് ആലോചിക്കാം. അതെ അച്ഛമ്മേ, ഇനിയിപ്പോൾ വീട്ടില് നമ്മുടെ പരീക്ഷണങ്ങൾ കഴിച്ച് മടുക്കും. അതെ പരീക്ഷണം കഴിഞ്ഞ് ഇനി വീട്ടിൽ 2-3 ദിവസത്തേക്ക് പരീക്ഷണങ്ങളാ. എന്നതാ, ഫ്രൈ ആണോ കറിയാണോ? അതൊന്നും തീരുമാനിച്ചിട്ടില്ല. മീൻ പൊള്ളിക്ക് വേണോ? അതൊന്നും അറിയത്തില്ല. വീട്ടിൽ ചെന്ന് നെറ്റ് തുറക്കുമ്പോ എന്നാണോ കാണുന്നത് അതിനനുസരിച്ച് ഓരോന്നോരോന്നങ്ങ് നടത്തൂല്ലേ? ഞാൻ കഴിക്കാനിരുന്നാ മതി അല്ലേ? പിന്നെ ഉള്ളി വല്ലതും വിളിച്ചു തരാം. ഇടയ്ക്ക് കൈസഹായത്തിന് എന്തായാലും വിളിക്കാം, ആവശ്യം വരും. അത് വേണോ അല്ലേ? എനിക്ക് മീൻ വെട്ടി ശരിയില്ല, പൊന്നിനും മീൻ വെട്ടാൻ അറിയാൻ തോന്നുന്നു. അതെ, ചെമ്മീൻ കിള്ളാനേ കക്ക കിള്ളാനൊക്കെ എനിക്കറിയാം, പക്ഷെ മീൻ വെട്ടി എനിക്ക് അങ്ങനെ അധികം അറിയത്തില്ല. കരിമീൻ എന്തായാലും തൊലി കളഞ്ഞ് കിട്ടിയില്ലോ. കരിമീൻ അവര് ശരിയാക്കി തന്നു. ഇനിയിപ്പം ഫിലോപ്പിയും പിന്നെ ഇതും ചെമ്മീൻ ഞാൻ കളിക്കോളാം, കുഴപ്പമില്ല. ഫിലോപ്പി ഞാൻ നോക്കിക്കോളാം. അച്ഛമ്മയ്ക്ക് പണിയൊന്നും ഇല്ല, എനിക്ക് ഇഞ്ചി ഉള്ളിയൊക്കെ പൊളിച്ചാൽ മതി. അങ്ങനത്തെ പണികളുള്ളൂ. അപ്പം അങ്ങനെ നമ്മൾ ഇത് പോയിട്ട് വീട്ടിലെത്തി തിരിച്ച്. അച്ഛമ്മ ഇറങ്ങിക്കോ, സാധനമൊക്കെ എടുത്തോണ്ട്. നീ മറത്ത് ചോറിനാ അല്ലേ? അതെ, പറക്കണൊക്കെ നോക്കട്ടെ, എന്നാവുമെന്ന് ആർക്കറിയാം, നോക്കാം. ഹായ് പൊന്നു മീൻ വെട്ടിലേക്ക് കടന്നു, കുറെ നേരം ഇരുന്നും കിടന്നും ഒക്കെ വെട്ടുന്നുണ്ട്. പുത്തേൻ്റെ ഫാമിലി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ഞങ്ങൾ പോയി മീനൊക്കെ മേടിച്ചോണ്ട് വന്നായിരുന്നു, പക്ഷെ മീനൊക്കെ മേടിച്ചോണ്ട് വന്നപ്പോൾ ക്ഷീണമായതുകൊണ്ട് ഞങ്ങൾ ഇറക്കി കിടന്ന് ഉറങ്ങി. അതെ, നമ്മൾ വന്നപ്പോഴും രാത്രി. അതെ, അതുകൊണ്ട് ഞങ്ങൾ ഇന്നിപ്പം മീനൊക്കെ കറി വെക്കാമെന്ന് വെച്ചു. അപ്പോൾ മീനൊക്കെ കഴുകി വൃത്തിയാക്കി എല്ലായിടത്തും വെച്ചിട്ടുണ്ട്, ഇനിയിപ്പോൾ കറി വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ 3 പേരുടെ ഇന്ന് എന്നാ ഉണ്ടാക്കുന്നത്? ഇന്ന് ഫിലോപ്പി നമുക്ക് പൊള്ളിക്കാം. നമ്മൾ ഫിലോപ്പി പൊള്ളിക്കാൻ പോവാ. ഞാൻ ബട്ടർ ഗാർലിക് പ്രോൺസ് ഉണ്ടാക്കാന്ന് വെച്ചോ? കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ എൻ്റെ വക പ്രോൺസും അവളുടെ വക ഫിലോപ്പി പൊള്ളിച്ചു. പൊള്ളിക്കുന്നുണ്ടോ അതോ വറക്കാണോ? പൊള്ളിക്കാൻ നോക്കാം, പൊള്ളിക്കാൻ വഴക്കാം, എന്തെങ്കിലും ചെയ്യാം. അതെ, അപ്പോൾ ആദ്യം നമുക്ക് ഫിലോപ്പി പൊള്ളിക്കാം. അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് മസാലയൊക്കെ ഉണ്ടാക്കിയിട്ട് അതൊക്കെ പൊള്ളിക്കാതെ. അപ്പോൾ ആദ്യം നമുക്ക് മീൻ വറുത്തെടുക്കാം. മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, മുളക് പൊടി, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് മീൻ വറക്കാനായിട്ട്. ഇപ്പോൾ പൊടികൾ ഇത്രയും മതി. പൊടികളുടെ കണക്കൊന്നുമില്ലേ? അതൊന്നും ചോദിക്കരുത്, ഒരു ഊഹത്തിന് ഞാൻ എടുത്ത് വെച്ചേക്കാണ്, കണക്കൊന്നും ചോദിക്കരുത്. ബാക്കി എന്നാ വേണ്ടേ? ബാക്കി നമുക്ക് കറിവേപ്പില, ചുമന്നുള്ളി, മുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഇത്രയും സാധനം കൂടെ പൊടിക്കകത്തിട്ടിട്ട് അരയ്ക്കണം, പേസ്റ്റാക്കി എടുക്കണം. ഇവിടെ ഞങ്ങൾക്ക് മീൻ വറക്കുമ്പം ഇത്തിരി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കൂടെ ചേർത്ത് അരച്ച് ആ അരപ്പിൽ വറക്കുന്ന ഇഷ്ടം. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ എടുത്തില്ലേ. സാധാരണ ചുമ്മാ വറക്കാനാണെങ്കിൽ ചുമ്മാ ഉപ്പും മുളകൊക്കെ തേച്ച് നമ്മൾ നോർമലി വറക്കുന്ന പോലെ വറുത്താൽ മതി. ഇത്രയും കറിവേപ്പില ഇടുന്നുണ്ടോ നീ? ഇല്ല, 2 എണ്ണം. അപ്പോൾ നമുക്കിതെല്ലാം കൂടെ ചേർത്ത് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മീനിൽ തേക്കാനുള്ള മസാലയൊക്കെ നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എല്ലാം കൂടെ മീനിലൊന്ന് പരട്ടി ഒരു 10 മിനിറ്റ് മാറ്റി വെക്കാം. മീൻ എപ്പോഴും ഇത്ര വട്ടം ഇങ്ങനെ 2 മീനായേ? നമ്മുടെ 2 മീനുണ്ടായിരുന്നു, ഞാൻ എടുക്കാണ്ട് വെച്ചേക്കുമായിരുന്നു. ഒരെണ്ണം വറക്കാമെന്ന് ഓർത്താ, ഇനിയിപ്പോൾ ഒരെണ്ണോടെ വറക്കാം, കാരണം മസാല വെച്ച് കൂടിപ്പോയി. അപ്പോൾ മീനൊക്കെ മസാലയൊക്കെ തേച്ച് നന്നായിട്ട് സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതെ, ഇനിയിപ്പോൾ ഒരു 10 മിനിറ്റ് കഴിയുമ്പം എടുത്ത് വറക്കാം. 10 മിനിറ്റത്തെ ക്ഷമേ ഞങ്ങൾക്കുള്ളൂ. അതെ,
അപ്പോൾ ഇനി നമുക്ക് മീൻ പൊള്ളിക്കാനുള്ള മസാല റെഡിയാക്കാം. അതിനായിട്ട് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു തക്കാളിയും കുറച്ച് സവോളയും. അച്ഛമ്മ ഇവിടെ വെറുതെ ഇരിക്കുകയായിരുന്നു, അപ്പോൾ നമ്മൾ പിടിച്ചൊരു കൈസഹായത്തിന് ഇവിടെ പിടിച്ചെടുത്തിട്ടുണ്ട്. മേൽനോട്ടം. അതെ, അച്ഛനും ഒരു പണിയും ചെയ്തല്ലോ, ചുമ്മാ ഇരിക്കുന്നില്ല, അതിന് പണിയിക്കല്ലേ. അതെ, പണിയെടുക്കട്ടെ. 2 ദിവസമായിട്ട് ഇവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് പഴങ്കഞ്ഞി തൈര്. അതെ, അങ്ങനെയായിരുന്നു പൊക്കോണ്ടിരുന്നത്. അതെ, ചെറിയ പിള്ളേരില്ലാത്തതുകൊണ്ട് ഒരു അനക്കമില്ലെന്ന്. ചെറിയ ദാമിക്കുട്ടിയും കുഞ്ഞിക്കിളിയൊക്കെ അതെ, പിള്ളേരെല്ലാരും ട്രിപ്പ് പോയതുകൊണ്ട് അതെ ഒരു അനക്കമില്ല, വീട് ഉറങ്ങിയിരിക്കുക. ഇപ്പം മീൻ പൊള്ളിക്കാൻ വേണ്ടിയുള്ള ഒരു തക്കാളി, കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ എത്ര സവോള എടുത്തു? 3 സവോള, കുറച്ച് ചുവന്നുള്ളിയും കൂടെ ഉണ്ട്. ഇനിയിപ്പോൾ നമുക്ക് മീൻ പൊള്ളിക്കാം. അപ്പം മീൻ പൊള്ളിക്കാനുള്ള മസാലയ്ക്ക് മുമ്പ് നമുക്ക് മീൻ വറുത്തെടുക്കാം ആദ്യം. അപ്പോൾ എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് മീൻ ഇട്ടിട്ട് വറുത്തെടുക്കാം. അപ്പോൾ അത് മീനൊക്കെ വറുത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ഗ്രേവി ഉണ്ടാക്കാം. അപ്പം ആ മീൻ പൊള്ളിച്ചെണ്ണയ്ക്കകത്തോട്ട് തന്നെ നമുക്ക് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളിയൊക്കെ ഇട്ട് കൊടുക്കാം. അത് ഇഞ്ചി ഇട്ടു, ഇത് വെളുത്തുള്ളി ഇട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് സവോളയും ചുവന്നുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. വഴന്ന് വരണം അല്ലേ? വഴന്ന് വരണം. അപ്പം അത്യാവശ്യം ഈ ഒരു പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് മുളക് പൊടി കൂടെ. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ പച്ചമണമൊക്കെ മാറി. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് തക്കാളിയും കൂടെ ആഡ് ചെയ്യാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ട് കുറച്ച് ഉപ്പൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മീൻ പൊള്ളിക്കാനുള്ള മസാലയൊക്കെ റെഡിയായി. ഇനിയിപ്പോൾ നമുക്ക് എല്ലാം വാഴയിലേക്കകത്തോട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ട് പൊള്ളിച്ചെടുക്കാം. എൻ്റെ പരിപാടി കഴിയാറായപ്പോൾ അത് അടുത്ത ആളുടെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. പ്രോൺസിനുള്ള സാധനമൊക്കെ അരിഞ്ഞു വെക്കുക. പിന്നെ എളുപ്പത്തിനെടുത്തിട്ടാൽ മതി ഇത്. അതെ, എന്തൊക്കെ അരിയണേ? കുറച്ച് സ്പ്രിംഗ് ഒനിയനും പിന്നെ ഇത്തിരി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കണം. പൊള്ളിക്കാനായിട്ട് നമുക്ക് വാഴ നന്നായിട്ട് വാട്ടിയെടുക്കാം. ഇപ്പോൾ നമ്മൾ വാഴയിലേക്കകത്തോട്ട് കുറച്ച് ഗ്രേവി തേച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചുമ്മാ 2 കരിയാപ്പില വെച്ചിട്ട് മീനിൻ്റെ പൊക്കത്തോട്ട് വെക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ പൊക്കത്തോട്ട് മീൻ എടുത്ത് വെക്കാം. എന്നിട്ട് ഇനി ഇതിൻ്റെ പൊക്കത്ത് മസാലയൊക്കെ നന്നായിട്ട് തേച്ച് മൂടി നേരെ അടുപ്പിൽ വെച്ച് ചൂടാക്കാം. നമുക്ക് നന്നായിട്ട് കെട്ടി അടുപ്പിലോട്ട് വെക്കാം, ചൂടാക്കാം. അടുപ്പ് വെച്ച് ചൂടായിട്ടെടുക്കാം. എൻ്റെ കുക്കിംഗ് എല്ലാം കഴിഞ്ഞു. അപ്പോൾ അതെ, അടുത്തയാളുടെ കുക്കിങ്ങിന് കയറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ബട്ടർ ഗാർലിക് പ്രോൺസ് ഉണ്ടാക്കാം. ബട്ടർ ഗാർലിക് പ്രോൺസിന് ഏറ്റവും കൂടുതൽ വേണ്ടത് ഗാർലിക്. അപ്പോൾ ആദ്യം നമുക്ക് ഇടിയല്ല വെളുത്തുള്ളി ആദ്യം ചതച്ചെടുക്കാം. അപ്പോൾ അതേ മീൻ റെഡിയായി. അതെ, ടേസ്റ്റ് ചെയ്ത് നോക്ക്. ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ? അതെ, ടേസ്റ്റ് നോക്കി രണ്ടുപേരുടെ. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കണ മീൻ പൊള്ളിച്ചതാണ്. ചൂട്. നല്ലതാണേ, മസാലയൊക്കെ കണക്കിന് ചേർന്നിട്ടുണ്ട്. എനിക്ക് ഇത്രയും ഭാഗം ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. ഉപ്പുണ്ട് കേട്ടോ. അപ്പോൾ കുഴപ്പമില്ല, നന്നായി. കുഴപ്പമില്ല, നന്നായിരിക്കുന്നു. എന്തായാലും നിങ്ങൾക്ക് മാത്രമേ ടേസ്റ്റ് ചെയ്യാൻ യോഗമുള്ളൂ. ബാക്കിയുള്ള ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അവർക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റിയല്ല. ഇനി അടുത്ത പ്രാവശ്യം ഉണ്ടാക്കി തരണേ. ഇനി എല്ലാവരും വരുമ്പോട്ടെ എന്നോട് ഉണ്ടാക്കാം. ചാച്ച കഴിച്ചുകൊണ്ട് നിൽക്കാണ്ടേ, മുകളിൽ സാധനം റെഡിയാക്കും. ഞങ്ങൾ അത് കഴിച്ച് നോക്കട്ടെ. ഇപ്പോൾ ശരിയാക്കാം. ഇപ്പോൾ നമുക്ക് ബട്ടർ ഗാർലിക് പ്രോൺസിന് വേണ്ട സാധനങ്ങൾ കുറച്ച് ഇത്തിരി ഉള്ളൂ. ഞങ്ങൾ ഇന്നലെ ഒരു 1/2 കിലോ ഞാൻ മേടിച്ചത് പ്രോൺസ്. അതുകൊണ്ട് തന്നെ അത് ക്ലീൻ ചെയ്തൊക്കെ ഒന്നും അധികമൊന്നുമില്ല. ഞങ്ങൾ കുറച്ച് പ്രോൺസ്, പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ളതുകൊണ്ട് 2 ടേബിൾ സ്പൂൺ ഇട്ടിട്ട് അത്ര ഇടണ്ട. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ, പിന്നെ കുറച്ച് പാഴ്സ്ലി ചോപ്പ് ചെയ്തതും ഒരു ഇത്തിരി സ്പ്രിംഗ് ഒനിയൻ ഓപ്ഷനല്ല, ഇടണമെന്ന് നിർബന്ധമില്ല. ആദ്യം നമുക്കൊരു ഇത്തിരി ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. വെജിറ്റബിൾ ഓയിലാണ് വേണ്ടത്, പിന്നെ ഞാൻ ഒലിവ് ഓയിൽ ഒഴിച്ചെന്നേ ഉള്ളൂ. അത് വേറെ എന്നാത്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഒലിവ് ഓയിൽ ഒഴിക്കുമ്പം ബട്ടർ പിന്നെ ഇടുമ്പം ബട്ടർ കരിയാതിരിക്കും. അതിന് വേണ്ടിയാണ് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ എണ്ണയൊക്കെ ചൂടായി. ഇനിയിപ്പോൾ നമുക്ക് പ്രോൺസ് ഇട്ട് കൊടുക്കാം. ഇക്കിടി. ഇനിയിപ്പോൾ നമുക്ക് പ്രോൺസിലോട്ട് കുറച്ച് എടുത്ത് വെച്ച വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലോട്ട് നമുക്ക് സ്പ്രിംഗ് ഓണിയൻ ഒഴിച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്കിതിലോട്ട് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ എനിക്ക് ഇഷ്ടമായുണ്ട് കേട്ടോ, ഇത്ര ഇടുന്നില്ല, ഇത്ര ഇടണ്ട. ഇപ്പം നമുക്ക് പാഴ്സലി ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് കോൺഫ്ലോർ ഒഴിച്ചാൽ, കുറച്ച് കുരുമുളക് പൊടിയും, പിന്നെ ഇത്തിരി നാരങ്ങാനീരുണ്ടെങ്കിൽ നാരങ്ങാനീര് ഒഴിക്കാം. നാരങ്ങാനീരില്ല, നാരങ്ങ മേടിക്കാൻ മറന്നുപോയി. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് വിനാഗിരി, ഒരു തൊടിക്ക് കുറച്ച് വിനാഗിരി ഒഴിക്കാമെന്ന് വെച്ചു. അപ്പോൾ പ്രോൺസ് റെഡിയായി. എങ്ങനെയുണ്ട്? പരീക്ഷണമൊക്കെ ഇഷ്ടപ്പെട്ടാ? ഹരീഷിനും കുഴപ്പമില്ല, എല്ലാവരും ഇഷ്ടപ്പെട്ടു. ആ നല്ലത് അതരിച്ചുകൂടെ തന്നെ. ഇതിന് ഒരു അല്പം ഉപ്പ് കുറവ്. അതെന്നാ പറയാ, അരപ്പിനെ ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് കറക്റ്റ് ആയിരുന്നു, പക്ഷെ അതിലോട്ട് പിടിച്ചു വരുന്നുണ്ട്. അത്രേ ഉള്ളൂ, എന്നാലും കുഴപ്പമില്ല. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.